തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയ്ക്ക് 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA ദേശീയ സംസ്ഥാന നേതാക്കളും അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടും. വൈകിട്ട് 4 മണിക്ക് തൃശൂരിൽ നടക്കുന്ന റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും. ജില്ലയിലെ NDA സ്ഥാനാർത്ഥികൾ റോഡ് ഷോയിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും CV അനുമോദും തൃശൂരിൽ നിന്നും ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. CV അനുമോദിലേക്ക് പോകുമ്പോൾ അനുമോദ്, മോദിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർണ്ണമായി എന്ന് കരുതുന്നു. മോദി അവിടെ എത്തുന്നതോടുകൂടി BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ വ്യക്തമാവുകയാണ്. പ്രധാനമായി 10 മണ്ഡലങ്ങളിൽ CPM BJP ഇടയിൽ എന്നൊരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട്. മോദി അതിനൊരു മറുപടി നൽകുകയാണെങ്കിൽ ഇനി കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള നീക്കം അതെങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ് അവിടെ. അനുശ്രീ, പാലക്കാട് നരേന്ദ്രമോദിക്കായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് പാലക്കാട് കോട്ട മൈതാനത്തിന് മുൻപിലാണ്. എനിക്ക് പിറകിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിപാടി നടക്കുന്ന വേദിയുള്ളത്. അവിടേക്ക് കർശന സുരക്ഷാ നിയന്ത്രണങ്ങളുള്ളതിന് നമുക്ക് പോകാൻ കഴിയില്ല. കാരണം കൃത്യമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉച്ചയ്ക്ക് മുതൽ അവിടേക്ക് ആളുകളെ കടത്തിവിടുകയുള്ളൂ. നിലവിൽ അവിടേക്ക് മാധ്യമങ്ങൾക്കും പ്രവേശനമില്ല. അതാണ് നമ്മൾ പുറത്തുനിന്ന് ഇവിടുന്ന് കാര്യങ്ങൾ പറയുന്നത്. ഏറ്റവും പ്രധാനം നരേന്ദ്രമോദിയുടെ പാലക്കാട് സന്ദർശനം അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ആദ്യത്തേതാണ്. അതായത് ഇന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുന്ന ഒന്നാകും. 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുണ്ടതിൽ. ഒന്ന്, പാലക്കാട് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ BJP ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാടിന് പുറമെ ഷൊർണൂരും മലമ്പുഴയും ഒറ്റപ്പാലും ഒക്കെ അവരുടെ കരുത്ത് തെളിയിക്കാൻ ഉള്ള സാഹചര്യമുള്ള മണ്ഡലങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗം സ്വാഭാവികമായിട്ടും പാലക്കാട് എതിർ രാഷ്ട്രീയ ചേരികളിലൂടെ കടന്നാക്രമിക്കുന്നതായിരിക്കും. ഒന്നാമതായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിവാദവും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും നിലനിൽക്കുകയാണ്. കൗൺസിലർ കൂടി, രാഹുലിൻ്റെയും ഷാഫി പറമ്പിലെ സുഹൃത്തായ പ്രശോഭ് എന്ന കൗൺസിലർ കൂടി ഇത്തരത്തിലൊരു ലൈംഗിക പീഡന ആരോപണത്തിന് വിധേയനായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ തന്നെ പ്രചരണ വിഷയമാക്കുന്നുണ്ട് BJP. കോൺഗ്രസിനെതിരെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിട്ടാണ് ഇതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ആ സ്ത്രീ സുരക്ഷയും സ്ത്രീ ശക്തിയും ഒക്കെ തന്നെ വലിയ തോതിൽ പ്രസംഗങ്ങളിലും മറ്റും ഉന്നയിക്കാറുള്ള നരേന്ദ്രമോദി ഈ ഒരു കാര്യം ഇന്ന് പാലക്കാട് ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുകയും അത് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്താൽ വലിയ തോതിൽ തന്നെ ചർച്ചാ വിഷയമാകും. BJPക്ക് പാലക്കാട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ശക്തമായ ആയുധമായിട്ടത് മാറുമെന്നുള്ളത്. രണ്ടാമതായിട്ട്, നിലവിൽ തന്നെ CPM BJP ഇടയിലെന്ന VD സതീശിൻ്റെ ആരോപണം അതിന് സംസ്ഥാനതല നേതാക്കളൊക്കെ അതിന് മറുപടി പലവട്ടം പറഞ്ഞു കഴിഞ്ഞെങ്കിലും പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന ഒന്നാകും. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഒന്നായിട്ട് അത് മാറുകയും ചെയ്യും. മാത്രമല്ല, നമുക്കറിയാം കേരളത്തിന് പുറമെ CPMഉം കോൺഗ്രസും എല്ലാം ഒന്നാണെന്ന BJP നേതാക്കളുടെ പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ അത്തരത്തിലൊരു വിശദീകരണം നടത്തിയത് നമുക്കറിയുന്നതാണ്. അപ്പോൾ സമാനമായ തരത്തിലുള്ളൊരു വിശദീകരണം ഈ ഡീലിൻ്റെ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ വലിയ തോതിൽ തന്നെ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ ചർച്ചയാവുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല, BJPയെ സംബന്ധിച്ച് മുൻപ് പ്രധാനമന്ത്രി റോഡ് ഷോകളിലും സമ്മേളനങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന ഇടങ്ങളിൽ അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഉണ്ടായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. തൃശ്ശൂരിലും അതേപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ച സാഹചര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രത്തോളം ആത്മവിശ്വാസമുള്ള ഒരു ഘട്ടത്തിലാണ് BJPയുടെ അവരുടെ ഏറ്റവും മുതിർന്ന നേതാവായ ഏറ്റവും ഉന്നതനായ നേതാവായ നരേന്ദ്രമോദി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പാലക്കാടെത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിർണായക ഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും എന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങളായിരിക്കും അദ്ദേഹം പറയുക. ഈ പറയുന്ന ആരോപണങ്ങളിലും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് പോകും ഇനിയുള്ള ദിവസങ്ങൾ എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അനുശ്രീ, ശരി. CV അനുമോദാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. ഉച്ചയ്ക്ക് 2:30 പാലക്കാട് കോട്ട മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുക. 12 മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും NDA ദേശീയ സംസ്ഥാന നേതാക്കളും അടക്കം അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടുമെന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും അദ്ദേഹം തൃശൂരിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുക. ജില്ലയിലെ മറ്റ് NDA സ്ഥാനാർത്ഥികളും റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. BJPക്കെതിരെ ഉയർന്നിട്ടുള്ള പല ആരോപണങ്ങൾക്കും നരേന്ദ്രമോദി മറുപടി നൽകുകയാണെങ്കിൽ എതിർ പാർട്ടികളുടെ നീക്കം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ അവിടെ പ്രസക്തമാവുകയാണ്. 2:30 മോദി എത്തുന്നതോടുകൂടി BJPയുടെ ഒരു നിർണായക പ്രചാരണ ഘട്ടം അവിടെ ആരംഭിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. തൃശ്ശൂരിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി.
ഇന്ന് 2:30 കൂടിയാകും പ്രധാനമന്ത്രി പാലക്കാട് എത്തുക. അവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അദ്ദേഹം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും CPM BJP ഡീൽ എന്നതടക്കമുള്ള കോൺഗ്രസിന്റെ ആരോപണങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പാലക്കാട് ഉയർന്നു വന്നിട്ടുള്ള മറ്റ് പല ആരോപണങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ എതിർ പാർട്ടികളെ അടക്കം അത് പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമുണ്ടാകും. ഏത് രീതിയിലായിരിക്കും ഇനി അവരുടെ പ്രചാരണം, അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, കുറച്ചു മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹമുള്ളത്. മോദി വരുമ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ? അനുശ്രീ, പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുമ്പോൾ പ്രഖ്യാപനങ്ങളെക്കാൾ ഉപരി ഏത് തരത്തിലാണ് തൃശ്ശൂരിനെ നിയമസഭയിൽ എത്തിക്കാനുള്ള ടാക്ടിക്കുകൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. പ്രത്യേകിച്ചും സുരേഷ് ഗോപി മണ്ഡലത്തെ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുള്ള അതേ സ്ട്രാറ്റജി തന്നെയായിരിക്കും ഒരു പക്ഷേ തൃശ്ശൂരിൽ നിയമസഭാ മണ്ഡലം പിടിക്കാനും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.